ഇന്ന് നമുക്കിതേ വഴുതനങ്ങ വെച്ചിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ളൊരു വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നീളമുള്ള വഴുതനങ്ങയാണ് കിട്ടുന്നതെങ്കിൽ അതാണെങ്കിലും എടുത്താൽ മതി കേട്ടോ. അതാണെങ്കിൽ ഇതുപോലെ തൊലി കളയണ്ട. ഇതിൻ്റെ തൊലി ഞാൻ ജസ്റ്റ് ഒന്ന് പീൽ ചെയ്തെടുത്തിട്ടുണ്ട്, ഒത്തിരി ഉള്ളിലോട്ട് കളഞ്ഞിട്ടില്ല. ഇനി ഇത് രണ്ടായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് കീറിയെടുക്കുന്നുണ്ട്. തണ്ടിൻ്റെ അവിടെ നിന്ന് വേർപെട്ട് പോകാത്ത രീതിയിൽ ഇതുപോലെയാണ് കേട്ടോ കീറിയെടുക്കുന്നത്. അപ്പോൾ കണ്ടോ, കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടില്ലേ. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് അധികം വെള്ളം എടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഉണ്ടല്ലോ, കീറി വെച്ചിരിക്കുന്നത്, അത് ഇതിനകത്തൊരു 10 മിനിറ്റോളം സോക്ക് ചെയ്തിടണേ. കാരണം നമ്മുടെ ആ വഴുതനങ്ങ ചെറിയൊരു കറയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു ബൗളിലേക്ക് ഞാനിവിടെ ഒരു 3 മുട്ടയാണ് എടുത്ത് കൊടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഒരു ടീസ്പൂണോളം തന്നെ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ആ വാട്ടറിലേക്ക് ഞാനിവിടെ 1 കപ്പ് ആട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് കോൺഫ്ലോറോ മൈദയോ ഒക്കെ ഇട്ട് കൊടുത്താലും മതി. കുറച്ച് ഹെൽത്തി ആവാൻ വേണ്ടി ഞാനിവിടെ ആട്ടയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒട്ടും കട്ടയില്ലാതെ നല്ല ഇതുപോലെ തിക്ക് ബാറ്ററായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന വഴുതനങ്ങ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം, പൊട്ടിയൊന്നും പോകത്തില്ല കേട്ടോ, അതൊന്നും പേടിക്കേണ്ട. ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. നമ്മൾ വഴുതനങ്ങയ്ക്ക് അത് ഓൾറെഡി ഉപ്പിട്ടത് കൊണ്ട് ബാറ്ററിനകത്ത് ഉപ്പിട്ട് കൊടുക്കുന്നില്ല, വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ എല്ലാം നന്നായിട്ട് ആ ബാറ്ററിൽ ഡിപ്പ് ചെയ്ത ശേഷം ഇതുപോലെ കുറച്ച് ബ്രെഡ് ക്രംസിനകത്തും കൂടെ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിലെല്ലാം നന്നായിട്ട് വരുന്ന രീതിയിൽ കൈ കൊണ്ടാണെങ്കിലും നന്നായിട്ട് മിക്സ് ചെയ്ത് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നല്ല ചൂടായ എണ്ണയിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി അങ്ങോട്ട് മൂപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. വഴുതനങ്ങയൊക്കെ വെന്ത് കിട്ടുകയും ചെയ്യും. എന്നാലുണ്ടല്ലോ വഴുതനങ്ങയുടെ ആ ഒരു തളർന്ന് കിടക്കുന്ന ഒരുമാതിരി സോഫ്റ്റ് ആയിട്ടുള്ളതുണ്ടല്ലോ, അത് സത്യമായിട്ട് ഇതിനകത്തില്ല കേട്ടോ. നല്ല കറകറാന്നിരിക്കും. ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു വെറൈറ്റി ടേസ്റ്റ് അല്ലേ. എപ്പോഴും നമ്മൾ ഉള്ളിവടയും ഉഴുന്നുവടയും ഒക്കെ കഴിച്ചാൽ പോരല്ലോ. കുട്ടികൾക്ക് വല്ലപ്പോഴും ഒക്കെ ഇതുപോലത്തെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിൾ റെസിപ്പി അല്ലേ. നമുക്ക് വീട്ടിൽ എപ്പോഴും സുലഭമായിട്ട് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. താങ്ക് യു.